ഒരു ന്യൂക്ലിയർ റിയാക്ടറും ന്യൂക്ലിയർ ബോംബും ഒരുപോലെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല. പേരിൽ സാമ്യമുണ്ടെങ്കിലും ഒരുപാട് ഡിഫറൻസുകൾ ഇവ തമ്മിലുണ്ട്. നമുക്കതൊന്ന് നോക്കാം. 1942 ഡിസംബർ 2 ലോകത്തിലെ ആദ്യത്തെ സെൽഫ് സസ്റ്റെയിനിങ് കൺട്രോൾഡ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ സംഭവിച്ചു. അതിനുശേഷം ആറ്റോമിക് പവറിന്റെ സാധ്യതകൾ രണ്ട് വഴിയായിട്ട് തിരിഞ്ഞു. ഒന്ന്, ഓപ്പൻഹൈമർ നയിച്ച പദ്ധതി നമ്മളുടെ ആറ്റോമിക് ബോംബ് നിർമ്മിക്കുകയും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. രണ്ട്, പ്യുവറസ്റ്റ് ഫോം ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസർച്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. ഗവേഷണങ്ങൾക്കൊടുവിൽ അമേരിക്കയിലെ ഐഡാഹോയിൽ EBR-1 എന്ന ആദ്യത്തെ ലോകത്തിലെ ന്യൂക്ലിയർ പവർ റിയാക്ടർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചു. അതുപോലെ തന്നെ 1954 USS നോട്ടിലിസ് എന്ന സബ്മറൈൻ കംപ്ലീറ്റ്ലി ന്യൂക്ലിയർ പവേർഡ് ആയിട്ട് വെള്ളത്തിലിറങ്ങി. ഒരു ബോംബും ഒരു റിയാക്ടറും പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. ഒരു ആറ്റോമിക് ബോംബാണെങ്കിൽ വളരെ അൺകൺട്രോൾഡ് ആയിട്ട്, അതും വളരെ ഫാസ്റ്റ് ആയിട്ട് എനർജി റിലീസ് ചെയ്യും. പക്ഷേ നമ്മളുടെ ആറ്റോമിക് റിയാക്ടേഴ്സ് ഒരുപാട് വർഷങ്ങളോളം ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡിന് താഴെയുള്ള എനർജി കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ രണ്ടിന് ഉപയോഗിക്കുന്ന ഫ്യൂവൽസും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസും ഡിഫറൻ്റ് ആണ്. ഇന്ന് ലോകത്തിലെ 10% എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ അമേരിക്കയിലെ ക്ലീൻ എനർജിയിൽ 50% പ്രൊഡ്യൂസ് ചെയ്യുന്നതും ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ്. അപ്പം ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ മാത്രമല്ല. ഇതിലുള്ള കൂടുതൽ റിസർച്ചുകൾ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കുമോ അതോ ഡിസാസ്ട്രസ് ആയിരിക്കുമോ? കമന്റ് ബിലോ.